അപ്പൊ ഇന്ത്യ ഒന്നും കേറൂല, ഇന്ത്യ ഒന്നും കേറൂല. അത് മുഹമ്മദ് അമീർ പറഞ്ഞ പോലെ ഇന്ത്യ സെമിയാണ്, അത് പുറത്താവും, അത്രേ ഉള്ളൂ. സൗത്ത് ആഫ്രിക്ക ആയിട്ട് വരെ എന്ന് പറയാൻ സൗത്ത് ആഫ്രിക്ക അത്ര മോശം ടീമൊന്നും അല്ല. സഞ്ജു സാംസനെ കൊണ്ടൊന്നും പറ്റും. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റ് ഇൻഡീസ് ഈസ് ലിറ്ററലി ഡേഞ്ചറസ്. ഇത്തവണത്തെ T20 ലോകകപ്പിലെ കപ്പ് വെസ്റ്റ് ഇൻഡീസ് തൂക്കും. വെൽക്കം ടു സ്പോർട്സ് ഓൺ. അങ്ങനെ T20 ലോകകപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സൂപ്പർ 8ലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തവണ കിരീടം നിലനിർത്തും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കി വന്ന ടീമായിരുന്നു ഇന്ത്യ. അത് സൗത്ത് ആഫ്രിക്ക ആയിട്ട് വരെ തോറ്റു. ഇത്തവണ ആര് കപ്പടിക്കുന്ന ചേട്ടനോ തോന്നുന്നത്? അല്ല, ഇന്ത്യയുടെ അവകാശവാദം എഴുതിത്തള്ളാനൊന്നും സമയമായിട്ടില്ല. സൗത്ത് ആഫ്രിക്ക ആയിട്ട് വരെ എന്ന് പറയാൻ സൗത്ത് ആഫ്രിക്ക അത്ര മോശം ടീമൊന്നും അല്ല, ബാലൻസ്ഡ് ടീമാണ്. ഒരു കളി ഇടയ്ക്കൊന്ന് തോക്കുന്നത് നല്ലതാണ്. ഒരു എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ നല്ലൊരു അവസരമല്ലേ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്തവണ ഇന്ത്യ ഇനി സിംബാബ്വെ ആയിട്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് ഇന്ത്യയുടെ ബാക്കി 2 കളികൾ. ആ 2 കളിയും വലിയ മാർജിനിൽ വിജയിക്കാൻ വേണം. അപ്പൊ ഈ ഒരു ദൗത്യത്തിന് ഇന്ത്യയിൽ ഓപ്പണേഴ്സ് ആയാലും ആരായാലും ആ ഒരു ഫോമിലല്ല. ആകെ ഒരു നമ്മൾ നിർണായക സാഹചര്യത്തിൽ ഇപ്പൊ ഇത്രയും അഭിഷേക് ശർമ്മ വേൾഡ് കപ്പിന് മുമ്പ് വരെ എന്ത് ഹിറ്ററായിരുന്നു. വേൾഡ് കപ്പ് വന്നപ്പോ കളിക്കണില്ല. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ആദ്യത്തെ 2 കളി കളിച്ചു. സൗത്ത് ആഫ്രിക്ക ആയിട്ട് നിർണായക മത്സരം വന്നപ്പോ പണി കിട്ടി. അങ്ങനെ ഓരോരുത്തരും ഓരോ പോലെ കളിക്കണേ, ഒരു സ്ഥിരതയില്ല ആർക്കും. ഇപ്പൊ നമ്മൾ ഈ വലിയ ടീമുകൾ, ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ വേൾഡ് കപ്പ് കിട്ടിയ വർഷങ്ങളൊന്ന് നോക്കി അറിയാൻ പറ്റും. അവര് വേൾഡ് കപ്പിന് മുന്നേ ഒരു പക്ഷേ കുറച്ച് ഫോം ഔട്ടായിരിക്കും. ഇനിഷ്യൽ മാച്ചസ് ചിലപ്പോൾ തോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വരും. എന്നിട്ട് അവസാനം അവരൊരു കറക്റ്റ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കിന് പീക്ക് ഫോമിലെത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് ആ പീക്ക് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കും. ഇഷാൻ കിഷൻ ഫോം ഔട്ട് അല്ല. ഇപ്പൊ ഇവരൊക്കെ ഇൻഫോം ആയിരുന്ന സമയത്ത് ഇല്ലാതിരുന്ന ഒരു പോസിറ്റീവ് ഇപ്പൊ ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ, അതായത് ലോവർ മിഡിൽ ഓർഡർ സ്ട്രോങ് ആണ്. ശിവം ദുബൈയും ഹാർദിക് പാണ്ഡ്യയും ഫോമിലാണ്. ഇനി പ്രശ്നമുള്ളത് അഭിഷേക് ശർമ്മയുടെ കാര്യത്തിലാണ്, തിലക് വർമ്മയുടെ കാര്യത്തിലാണ്. സൂര്യകുമാർ യാദവും ഫോമിൽ തന്നെയാണ്. ഇവരുടെ 2 പേർക്ക് പകരം ഒരുപക്ഷെ സഞ്ജു സാംസൺ ടീമിൽ വന്നുകൂടായില്ല. സഞ്ജു സാംസനെ കൊണ്ടൊന്നും പറ്റും അങ്ങനെ അതായത് ഇപ്പൊ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, 3 ലെഫ്റ്റ് ഹാൻഡർമാർ ഒരേപോലെ വരുമ്പോൾ എതിർ ടീമുകൾക്ക് സ്ട്രാറ്റജി വളരെ ഈസിയാണ്. അത് അഭിഷേക് ശർമ്മക്കെതിരെ അവർ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ചെയ്യാനൊന്ന് ഇന്ത്യക്ക് ആ ഒരു സ്ട്രീക്ക് ബ്രേക്ക് ചെയ്യാം. ഒന്നുകിൽ 1 ഡൗൺ ഇറങ്ങുന്ന തിലക് വർമ്മയെ താഴേക്ക് ഇറക്കാം, അതല്ലെങ്കിൽ ഈവൻ ഇഷാൻ കിഷൻ 1 ഡൗൺ നന്നായിട്ട് കളിക്കുന്ന ആളാണ്. ഇഷാൻ കിഷനെ 1 ഡൗൺ ഇറക്കിയിട്ട് സഞ്ജു സാംസനെ ഓപ്പൺ ചെയ്യിക്കാം. അങ്ങനെയുള്ള സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. സഞ്ജു സാംസന് വരണം എന്നുള്ള പ്രാദേശികവാദത്തിന്റെ പുറത്ത് പറയുന്നതല്ല. ഇപ്പൊ അവൈലബിൾ ഓപ്ഷൻസിൽ ഇന്ത്യക്കുള്ള മുന്നിലുള്ള സാധ്യതകൾ ഇത്രയാണ്. അപ്പൊ ഈ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ടീം കോമ്പിനേഷൻ വെച്ചുകൊണ്ടോ ഇനിയും സെമി കയറി കൂടായൊന്നുമില്ല. സിംബാബ്വെ മുമ്പ് അശ്വിന്റെ ഷോയിൽ തന്നെ പറഞ്ഞതുപോലെ സ്ഥിരം അട്ടിമറിക്കാരാണ് അവര്. അങ്ങനെ സ്ഥിരതയുള്ള പ്രകടനം നടത്തുന്ന ടീമൊന്നുമല്ല, മോശം ടീമല്ല, ഉറപ്പായിട്ടും നല്ല ടീമാണ്. 3 ഗ്രൂപ്പ് സ്റ്റേജിൽ 3 കളിയും ജയിച്ചു. ശരിയാണ്. പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ അവർക്ക് എന്തുമാത്രം പിടിച്ചു വയ്ക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് കണ്ടാണ്. വെസ്റ്റ് ഇൻഡീസിനെ പക്ഷേ സൂക്ഷിക്കേണ്ട ടീം തന്നെയാണ് ഉറപ്പായിട്ടും. ഈ ലോകകപ്പിലെ ഒരു സ്ട്രോങ്ങസ്റ്റ് ടീമുകളിലൊന്നാണ് വെസ്റ്റ് ഇൻഡീസ്. മുമ്പ് ലോകകപ്പ് കിട്ടിയ സമയത്തൊക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. അവർ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ പോലൊരു തോന്നലുണ്ട്. ഒന്നാമത് അവരുടെ ഒരു അപ്രോച്ച് തന്നെ മാറി. ഈ ബ്രാൻഡൺ കിങ്ങിനൊപ്പം ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വരുന്നത് ഷൈ ഹോപ്പാണ്. കുറച്ചും കൂടി ഒരു ക്ലാസ് പ്ലെയറാണ്. ഒരു സ്ഥിരത ബാറ്റിംഗ് ലൈനപ്പിൽ കൊണ്ടുവരാൻ ഹോപ്പിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഹെറ്റ്മെയർ ദീർഘകാലമായിട്ട് IPL ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഫോം ഔട്ടായി ഇരുന്നൊരു പ്ലെയർ, കഴിഞ്ഞ ലോകകപ്പില് ബെഞ്ചിലിരുന്ന പ്ലെയറാണ്. അയാളിൽ ടീം മാനേജ്മെന്റ് അർപ്പിച്ച വിശ്വാസം അയാൾ ഇപ്പോൾ കാക്കുന്നു എന്നുള്ളതാണ്. ഈ 5-6 മത്സരങ്ങളിൽ 219 റൺസ് അതെ, എനിക്ക് തോന്നുന്നു നിലവിൽ അവരുടെ ടോപ്പ് സ്കോറർ. പിന്നെ വേറൊരു കാര്യം, അവര് സബ് കോണ്ടിനെന്റൽ പിച്ചസിൽ എങ്ങനെ കളിക്കണമെന്നുള്ള വ്യക്തമായ പ്ലാൻ അവർക്കുണ്ട്. അത് അവരുടെ 2 സ്പിന്നർമാര് ഗുദാകേഷ് മൂട്ടിയും അഖിൽ ഹുസൈൻ ആണെങ്കിൽ ന്യൂ ബോളും എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും സ്ട്രോങ് സാഹചര്യങ്ങൾ, ഒപ്പം ജേസൺ ഹോൾഡർ ഉണ്ട്, പിന്നെ റൊമാരിയോ ഷെപ്പേർഡ്, ഇങ്ങനെ 2 ഓൾറൗണ്ട് പേസ് ബോളർമാരും കൂടെ ഉള്ളതുകൊണ്ട് അപാരമായ ഒരു ബാലൻസ് ഉള്ള ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. മോട്ടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 മാച്ചിൽ നിന്ന് 10 വിക്കറ്റ് എടുത്തു.
ഇംഗ്ലണ്ടിനെ ഒരു ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ തോപ്പിച്ചു വെസ്റ്റ് ഇൻഡീസ്. അത്രയും തോക്കാത്ത ടീമാണ്. നമ്മൾ ഈ സ്പോർട്സ് കൊണ്ട് ആദ്യ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ ഒരു സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്ന് ഒരു തിരിച്ചുവരവിന്റെ ഒരു സൂചനയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ കാണാൻ പറ്റുന്നത്. അതെ. അപ്പോ ഇതില് സെമി ലൈനപ്പ് അശ്വിൻ എങ്ങനെയാ? സെമിയില് വെസ്റ്റ് ഇൻഡീസ് ഉണ്ടാവും, സൗത്ത് ആഫ്രിക്ക ഉണ്ടാവും, ന്യൂസിലൻഡ് ഉണ്ടാവും, ശ്രീലങ്ക ഉണ്ടാവും. അപ്പൊ ഇന്ത്യ ഒന്നും കേറൂല. ഇന്ത്യ ഒന്നും കേറൂല. അത് മുഹമ്മദ് അമീർ പറഞ്ഞ പോലെ ഇന്ത്യ സെമിയാണ്, അത് പുറത്താവും, അത്രേ ഉള്ളൂ. മുഹമ്മദ് അമീർ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ സൗത്ത് ആഫ്രിക്കയോട് തോറ്റതോടെ എങ്ങനെ ഇന്ത്യ ഒരു ലിവിംഗ് ഓൺ ദി എഡ്ജ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം ഇതിലൊരു ക്രൂഷ്യലായിരിക്കും ഇന്ത്യയുടെ നോക്കൌട്ട് ഭാവി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വെ ഇന്ത്യക്ക് ഉറപ്പായിട്ടും തോപ്പിക്കേണ്ടിയും വരും. അത് മറ്റൊരു കാര്യം. അത് അത്രയും പോലും ഇന്ത്യ ജയിക്കുമായിരിക്കും. പക്ഷെ വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് വലിയ മാർജിനിലൊന്നും ഇന്ത്യ ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അല്ല, 2 ജയം നേടാൻ കഴിയാത്ത ഒരു ടീമിന് സെമി കളിക്കാൻ ഡിസർവിംഗ് അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഓസ്ട്രേലിയ പുറത്തു പോയതുപോലെ അത് അങ്ങനെ വിടാം. പക്ഷെ ഇന്ത്യ എഴുതിയിട്ടുള്ള സമയമായിട്ടുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യക്ക് ഇനി തിരിച്ചു വരാനുള്ള മത്സരം ഇന്ത്യയിലായതുകൊണ്ടും മത്സരം ഇന്ത്യയിലായതിന്റെ ഒരു ഇന്ത്യക്ക് ശരിക്കും ഇന്ത്യക്ക് പക്ഷെ അത് ഇതുവരെ ഒരു പറ്റിയിട്ടില്ല. അതെ അതെ, ഒരു ഹോം മാച്ചിൽ ഒരു ഹോംലി ഫീൽ ഒന്നും കിട്ടുന്നില്ല. ഈ സ്പിന്നിന്റെ കാര്യത്തിലും ഇപ്പോ വരുൺ ചക്രവർത്തി ടൂർണമെന്റിന്റെ താരമാവുന്നൊക്കെ പ്രവചിക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ വരുൺ ചക്രവർത്തിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ആളുകൾ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന്. സൗത്ത് ആഫ്രിക്കയെതിരെയുള്ള മാച്ച് ഒരു എക്സാമ്പിളാണ്. ഒരുപക്ഷെ വരുൺ ഫോം ഔട്ട് ആവാം. പിന്നെ കുൽദീപ് യാദവിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പഴയൊരു തീയൊന്നുമില്ല. ഇല്ല. അത് വേറൊരു വിഷയമുള്ളത്, അക്ഷർ പട്ടേലിനെ കളിപ്പിക്കണോ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ടീം മാനേജ്മെന്റുണ്ട്. അക്ഷർ പരിക്കില്ലാത്ത സമയത്ത് പോലും വാഷിംഗ്ടൺ ഒരു കളിയിൽ ഇറങ്ങി. പക്ഷെ അക്ഷറിന്റെ അത്രയും ബാറ്റിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല വാഷിംഗ്ടൺ. അക്ഷർ നല്ല ഫോമിൽ കളിക്കുകയും ചെയ്തു. ബോളിംഗിൽ ഫോമിലാണ്. പക്ഷേ വാഷിംഗ്ടനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഈ മാച്ച് എക്സ്പീരിയൻസ് ഇപ്പോൾ റീസെന്റ് കുറവാണ്. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കുറവാണ്. ടെസ്റ്റിൽ നല്ല ബാറ്റർ തന്നെയാണ്. പക്ഷേ അഡ്വാൻറ്റേജ് ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത്തരം ഈ കടലാസിൽ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഈ കളത്തിൽ എപ്പോഴും പ്രായോഗികമാണെന്നില്ല. അതിനു വേണ്ടിയിട്ട് ഫോമിലുള്ള ഒരു പ്ലെയറെ പുറത്തിരുത്തി ഉറപ്പില്ലാത്ത വൈസ് ക്യാപ്റ്റനാണ് അക്ഷർ പട്ടേൽ. മുമ്പ് ശുഭ്മാൻ ഗില്ലിനെ ഫസ്റ്റ് ലെവനിൽ നിന്ന് ഒഴിവാക്കാതിരിക്കാൻ പറഞ്ഞ കാരണം അതാണ്. വൈസ് ക്യാപ്റ്റനായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ അക്ഷറിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എല്ലാം ഗംഭീറിന്റെ പരീക്ഷണങ്ങളായിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഇനിയുള്ള കളികളിൽ ഈ പരീക്ഷണങ്ങളുടെ റിസൾട്ടാണ് കാണേണ്ടി വരുന്നത്. ഈ റിസൾട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഗംഭീർ ഓൾറെഡി ടെസ്റ്റിലും വൺ ഡേയിലും പരാജയമാണ്, ദുരന്തമാണ്. ഇനി കോച്ച് എന്ന നിലയിൽ ഇതിൽ സെമിയിലെത്തിയില്ലെങ്കിൽ ഗംഭീറിന്റെ കാര്യം തീരുമാനമായി എന്ന് തന്നെ പറയണം. ക്യാപ്റ്റന്റെ കാര്യവും ഒരുപക്ഷെ ഇപ്പൊ ഇന്ത്യ ഇല്ലാത്തൊരു സെമിയാണ് അശ്വിൻ സ്വപ്നം കാണുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ആര് ഫൈനൽ കളിക്കും, അല്ലെങ്കിൽ ആർക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യത? വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഫൈനൽ കളിക്കും. അതിൽ വെസ്റ്റ് ഇൻഡീസ് അടിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. വെസ്റ്റ് ഇൻഡീസ് ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റും തോന്നുന്നുള്ളൂ. ഇതുവരെ കൺസിസ്റ്റന്റ് ആണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ 4 മത്സരത്തിൽ നിന്ന് 4 മത്സരം ജയിച്ച് പരാജയം പോലും അറിയാണ്ട് ഇത്ര കോൺഫിഡൻസോടെ കയറി വന്ന വെസ്റ്റ് ഇൻഡീസ് എന്തായാലും ഫൈനൽ കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലും അത് തന്നെയാണ്. നല്ല ബോളിംഗ് ലൈനപ്പും ബാറ്റിംഗ് ലൈനപ്പും ഒരുപാടുള്ള ടീമാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രശ്നം ക്വിന്റൺ ഡി കോക്കിന്റെ ഇൻകൺസിസ്റ്റൻസി. സാധാരണഗതിയിൽ അവരുടെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയ ഒരു പ്ലെയറാണ് ഡി കോക്ക്. ഡീകോക്കിനെ ഇപ്പോ ആശ്രയിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ റിക്കിൾട്ടണെ ഓപ്പണിംഗിലേക്ക് ഈ സാഹചര്യത്തിൽ കൊണ്ടുവരുമെന്ന് അറിയില്ല. പക്ഷെ കൊണ്ടുവന്നാൽ പക്ഷെ വ്യത്യാസം. ഫൈനൽ മാച്ചിലൊക്കെ ഈ ദക്ഷിണാഫ്രിക്ക കലമുടയ്ക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒരു ഹിസ്റ്ററി അല്ലേ. അപ്പൊ ആ ഒരു ജനറേഷൻ ഒന്നും അല്ലല്ലോ ഇപ്പൊ കളിക്കുന്നത്. നോക്കുമ്പോ അത് സത്യമാണെന്ന് പറയുമ്പോ അങ്ങനെ ടെസ്റ്റ് വേൾഡ് കപ്പില് ഫൈനൽ അവർ ജയിച്ചില്ലേ. ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പില് ചാമ്പ്യൻസ് അവരായിരുന്നു. അല്ല, അപ്പോഴും അവരുടെ ഒരു മൈൻഡ് സെറ്റ് മാറുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കണ്ടറിയാം. കൂടാതെ അശ്വിൻ പറഞ്ഞ 2 സെമി ഫൈനലിസ്റ്റുകളുടെ സാധ്യത ന്യൂസിലൻഡും ശ്രീലങ്കയുമാണ്. ഇതില് ന്യൂസിലൻഡിന്റെ കാര്യത്തില് ബോളിംഗ് വീക്ക്നെസ് ഉണ്ട്. ന്യൂസിലൻഡ് ബോളിംഗ് ശോകമാണ്. ബാറ്റിംഗിലും ഈ രച്ചിൻ രവീന്ദ്രയും സൈഫോട്ടിന്റെ ഫിന്നലിന്റെ ഒക്കെ ഒരു മികവിലാണ് അവര് പിടിച്ചേക്കുന്നത്. അതെ അതെ. അപ്പൊ അതിലൊരു ഈ കെയ്ൻ വില്യംസനെ പോലെ ഒരു ക്ലാസ് പ്ലെയറുടെ അഭാവം അവരുടെ ഒരു ആങ്കർ റോളില് പ്രകടമാണ്. പിന്നെ സ്പിന്നിന്റെ കാര്യത്തിൽ എടുത്താലും മിച്ചൽ സാന്നർ അവരുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ അതിന് അങ്ങനെ ഒരു കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇപ്പോഴത്തെ ഫോമിൽ തോന്നുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പക്ഷെ അതേസമയം ശ്രീലങ്ക ഇംഗ്ലണ്ടിനോട് തോറ്റു.
സൂപ്പർ 8-ൽ തോറ്റുവെങ്കിൽ പോലും ശ്രീലങ്ക ഒരു വളരെ ഇമ്പ്രൂവ് ആയൊരു ടീമായിട്ടാണ് തോന്നുന്നത്. ശ്രീലങ്ക എസ്പെഷ്യലി ബതുൻ നിസംഗ, പിന്നെ പണ്ടുകൊണ്ട് വരുന്ന കുശാൽ മെൻഡിസ്, അതുകൂടാതെ ഇപ്പൊ അവരുടെ പുതിയ പ്ലെയർ പവൻ രത്നായകി മിഡിൽ ഓർഡറിൽ കരുത്തു വരുന്ന പ്ലെയറാണ്. പിന്നെ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കമിന്ദു മെൻഡിസ് മികച്ച ചില കാമിയോകൾ കളിച്ചിട്ടുണ്ട്. അവർക്ക് വനീന്ദു ഹസരംഗയെ പോലെ പ്ലെയർ പുറത്തു പോയിട്ട് പോലും സുഖമായിട്ട് അവര് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്പിന്നേഴ്സ് അവർക്കുണ്ട്. ക്വാളിറ്റി ബോളിംഗ് അറ്റാക്ക് ഉണ്ട്. പേസ് ബോളർമാര് ശ്രീലങ്കൻ കണ്ടീഷൻസിൽ അത് അവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രീലങ്കൻ കണ്ടീഷൻസ് ഇന്ത്യയിലേക്കാളും സ്ലോ ആണ്. ഇന്ത്യയിലേക്ക് ഇപ്പോൾ നോക്കൌട്ടിന് കളിക്കാൻ വരുമ്പോൾ എന്താവുന്ന അവസ്ഥ എന്ന് കണ്ടറിയേണ്ടി വരും. എന്നാലും അവർക്കത് അത്ര അപരിചിതമായിട്ട് തോന്നാൻ സാധ്യതയില്ല. ശ്രീലങ്ക ഒരു ബ്ലാക്ക് ഹോഴ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു. സിംബാബ്വെ മുകളിലേക്ക് വന്നില്ലെങ്കിൽ, സിംബാബ്വെ സെമിയിൽ വന്നാൽ ഓഫ് കോഴ്സ് ഇപ്പൊ അശ്വിൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ത്യ പുറത്താവുകയാണെങ്കിൽ ഒരു പക്ഷേ സിംബാബ്വെക്ക് അതൊരു ചാൻസ് ആണ്. നമ്മളിപ്പോ പരാമർശിക്കാതെ പോയ പ്രധാനപ്പെട്ട 2 ടീമുകൾ പാകിസ്ഥാനും ഇംഗ്ലണ്ടുമാണ്. അതിലിപ്പോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഫോമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. പേപ്പറിൽ നല്ല ടീമാണ് ഇംഗ്ലണ്ട്, പക്ഷേ കളിയിൽ വരുമ്പോൾ ജോസ് ബട്ട്ലർ ഒരു ലോങ് ടൈം ഫോം ഔട്ട് ആയിട്ട് മാറി. പിന്നെ അവരുടെ ജേക്കബ് ബദേലാണെന്ന് തോന്നുന്നു ആകെ ഒരു കൺസിസ്റ്റൻസി ഉള്ളത്. ടോം ബാൻഡറൊന്നും കളിക്കാനുള്ള അടുത്ത കെവിൻ പീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു വന്ന ടൂർണമെന്റിന് മുൻപ് മികച്ച ഫോമിലായിരുന്നു സാം കറനും ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. അവരുടെ ന്യൂ ബോൾ എടുക്കാനുള്ള ശേഷി സാം കറൻ ഉണ്ടെന്ന് തോന്നുന്നു. ജോഫ്ര ആർച്ചറിനും പഴയ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ ജോഫ്ര ആർച്ചറിന്റെ വേഗം കുറഞ്ഞ പോലെ തോന്നുന്നു. വിക്കറ്റ് കിട്ടണ്ടെങ്കിലും പുള്ളിക്ക് അങ്ങനെ പഴയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വെച്ചാൽ ഇക്കോണമി വല്ലാതെ കൂടുന്നുണ്ട്. മാർക്കൂട്ടിന്റെ വലിയൊരു തിരിച്ചടിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് പിന്നെ സിംബാബ്വെയുടെ അത്രയും പോലും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ദുരന്തമായിട്ടുള്ള ലൈനപ്പാണ് അവരുടെ. ഷൈൻ ഷാഫ് റീദിയെ പോലൊരു വേൾഡ് ക്ലാസ് പേസർ പുറത്തിരിക്കുകയാണ്. അത്രയ്ക്കും ഫോം ഔട്ടാണ് അവരുടെ ടീം. ക്രിക്കറ്റ് ഇതര കാരണങ്ങൾ ഉണ്ടാവാം. അശ്വിൻ പറഞ്ഞ ഒരു സെമി ലൈനപ്പിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഇന്ത്യ സെമിയിൽ വരുമെന്ന് തന്നെ ഞാനിപ്പോഴും വിചാരിക്കുന്നു. ഫൈനലിലും വരുമെന്ന് വിചാരിക്കുന്നു. കപ്പ് കിട്ടുമെന്ന് പ്രവചിക്കുന്നില്ല. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസോ സൗത്ത് ആഫ്രിക്കയോ വരാമെന്നും അവിടെ എന്ത് സംഭവിക്കുന്നത്, പിന്നെ ക്രിക്കറ്റ് അൾട്ടിമേറ്റ്ലി പ്രത്യേകിച്ച് ഈ T20 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തെ ഫോമും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. വലിയൊരു ഭാഗം ലക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഈവൻ നമുക്ക് കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കിട്ടിയ ആ സമയത്തെ ഒരു ബെസ്റ്റ് ടീമോ ബെസ്റ്റ് പെർഫോമൻസോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യയുടെ ബെസ്റ്റ് പ്ലേയിങ് 11 പോലും ആയിരുന്നില്ല. USA ആയിരുന്നില്ല. മികച്ച വലിയ സ്കോറുകളുണ്ടല്ല. പിന്നെ അതൊരു ബോളിംഗ് വിക്കറ്റുകളായിരുന്നു മിക്കതും. അതിന്റെ ഒരു ആനുകൂല്യം കറങ്ങി തിരിഞ്ഞ് ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതല്ലാതെ അതൊരു ഇന്ത്യയുടെ ഒരു ഡൊമിനേറ്റിംഗ്, ഇന്ത്യ കളികളൊന്നും തോറ്റിട്ടില്ല, പക്ഷെ ഒരു മൊത്തത്തിലൊരു ഡൊമിനേറ്റിംഗ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. ഓപ്പണർമാര് ഫോമിലല്ല, ജയ്സ്വാള്, ഋഷഭ് പന്ത്, ഇവരെ ടൂർണമെന്റിൽ ഉടനീളം ഫോം ഔട്ട് ആയിരുന്ന പ്ലേയേഴ്സാണ്. എന്നിട്ടും ഇന്ത്യക്ക് ആ കപ്പ് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ T20 ടൂർണമെന്റുകൾ, T20 മത്സരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഭാഗം ഭാഗ്യത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താന്ന് കാത്തിരുന്ന് കാണാം.